അപ്രതീക്ഷിതമായ ദുരിതങ്ങളിൽ, അപകടങ്ങളിൽ, സംഘർഷങ്ങളിൽ നമ്മിൽ ചിലർക്കെങ്കിലും മനസ്സിൻ്റെ കടിഞ്ഞാൺ നഷ്ടമാകാറുണ്ട്. ഉറ്റവരുടെ വേർപാടോ പ്രകൃതി ദുരന്തങ്ങളോ ചിലരുടെ മനസ്സിൽ ഉണങ്ങാത്ത മുറിവുകളുണ്ടാക്കും. അത് ക്രമേണ അവരുടെ മാനസികാവസ്ഥ താറുമാറാക്കും. അത്തരം അവസ്ഥകൾ അനുഭവിക്കുന്നവരെ ഈശോയുടെ തിരുഹൃദയത്തോട് ചേർത്ത് സുഖപ്പെടുത്തുകയാണ് തിരുഹൃദയ സന്യാസിനികളുടെ ഹൃദയാരാം. എൻ്റെ പേര് ഡോക്ടർ സിസ്റ്റർ ട്രീസ പാലക്കൽ, ക്ലിനിക്കൽ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റാണ്. 32 വർഷം കൗൺസിലിംഗ് ഫീൽഡിൽ ജോലി ചെയ്തു. ഇപ്പോൾ തലശ്ശേരി സെൻറ്റ് ജോസഫ്സ് പ്രൊവിൻഷ്യലായി ശുശ്രൂഷ ചെയ്യുന്നു. വളരെയേറെ ആഗ്രഹിച്ച് കൊതിച്ച് ഒരു സിസ്റ്റർ ആയതിനു ശേഷം എനിക്ക് കിട്ടിയ നല്ലൊരു ഫീൽഡാണ് ഒരു അധ്യാപിക ആയിരിക്കുക എന്നുള്ളത്. അവിടെ കുട്ടികൾ എന്നെ ഒരുപാട് സ്നേഹിച്ചു, ഞാൻ കുട്ടികളെ അതിലേറെ സ്നേഹിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വളരെ പ്രത്യേകിച്ച് ഡ്രോപ്പ് ഔട്ട്സായിട്ടോ പട്ടിണിപ്പാവങ്ങളായിട്ടോ അതുപോലെ തന്നെ ജീവിതത്തിൽ പഠിക്കാനാകാതെ മുന്നോട്ട് പോകാനാകാതെയൊക്കെ വിഷമിക്കുന്നവരായ മക്കളെ കണ്ടപ്പോൾ അവരെ ഒന്ന് സ്നേഹം കൊണ്ട് ചേർത്ത് പിടിച്ച സാഹചര്യത്തിൽ എനിക്ക് അനുഭവപ്പെട്ട വലിയ ഒരു ജീവിത നിർവൃതിയുണ്ട്, സാക്ഷാത്കാരമുണ്ട്. അപ്പോഴാണ് ഞാൻ ആഗ്രഹിച്ച് ഒരു അല്പം കൂടി മനഃശാസ്ത്രം കിട്ടുവാണെങ്കിൽ കൂടുതൽ ഈ മക്കളെ സഹായിക്കാനാകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എൻ്റെ സുപ്പീരിയേഴ്സിനോട് ഒരു 3 മാസത്തെ കോഴ്സിന് പോകാൻ എന്നെ അനുവദിക്കുമോ എന്ന് ചോദിച്ചത്. ഇന്നത്തെ കാലത്ത് സ്കൂളുകളുണ്ട്, ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ട്, പക്ഷേ അത് ഒരു വലിയ മേഖലയായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായിട്ട് അതിലേക്ക് സമർപ്പിക്കുമായിരുന്നു. എൻ്റെ സർവ്വ എനർജിയും എൻ്റെ സർവ്വ സ്വപ്നങ്ങളും ഞാൻ അതിലേക്ക് സമർപ്പിക്കുകയായിരുന്നു. ആ സ്വപ്നങ്ങളോട് എൻ്റെ കോൺഗ്രിഗേഷൻ ഉൾച്ചേർന്നതിൻ്റെ ഭാഗമാണ്, അല്ലെ അതിനെ അംഗീകരിച്ചതിൻ്റെ ഭാഗമാണ്, അതിന് കൂട്ടുനിന്നതിൻ്റെ ഭാഗമാണ് പിന്നെ ഹൃദയാരാം ഉണ്ടായതും ഹൃദയാരാമിൻ്റെ പ്രവർത്തനങ്ങളും. എൻ്റെ പേര് ഡോക്ടർ സിസ്റ്റർ റിൻസി അഗസ്റ്റിൻ. ഇപ്പോൾ ഞാൻ ഹൃദയാരാം ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡയറക്ടറാണ്. ഹൃദയാരാമിന് ഇപ്പോൾ 4 സെൻറ്റേഴ്സാണുള്ളത്. 2000 കണ്ണൂർ ആരംഭിച്ച സെൻറ്റർ 2009 കൂടാളിയിലും 2015 ഇരിട്ടിയിലും 2023 കർണാടകയിലുള്ള നെല്ലിയാടിയിലും ഹൃദയാരാമിൻ്റെ ബ്രാഞ്ചുകൾ തുടങ്ങുകയും ഇപ്പോഴും വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഞാൻ സിസ്റ്റർ ഡോക്ടർ ജ്യോതിസ് പാലക്കൽ SH തിരുഹൃദയ സിസ്റ്ററാണ്. ഇപ്പോൾ കണ്ണൂർ ഹൃദയാരാം കമ്മ്യൂണിറ്റി കോളേജിൻ്റെ പ്രിൻസിപ്പലായി സേവനം ചെയ്യുന്നു. 2000 ജൂലൈയിൽ ആരംഭിച്ച ഹൃദയാരാമിൻ്റെ പ്രവർത്തനങ്ങളെ അംഗീകരിച്ചുകൊണ്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഹൃദയാരാമിനെ കമ്മ്യൂണിറ്റി കോളേജായി അംഗീകരിച്ചു. പ്രകൃതി ദുരന്തങ്ങളിലും ആകസ്മികമായി ഉണ്ടാകുന്ന അപകടങ്ങളിലുമൊക്കെ ഉടനടി ഇടപെടലുകൾ നടത്താൻ ഞങ്ങളെ സഹായിക്കുന്നത്, ഞങ്ങൾക്ക് പ്രചോദനം നൽകുന്നത് ഈ ഹൃദയാരാം കമ്മ്യൂണിറ്റി കോളേജിൻ്റെ അലുമിനി അസോസിയേഷൻ്റെ സപ്പോർട്ടാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സമൂഹ നന്മയ്ക്ക് വേണ്ടി കരങ്ങൾ നീട്ടാൻ ഹൃദയാരാമിൽ നിന്ന് ഒരു കോൾ പോകുമ്പോൾ ഏറ്റവും കുറഞ്ഞത് 150 പേരെങ്കിലും നമ്മോടൊപ്പം സഹായഹസ്തം നീട്ടാൻ റെഡിയായി നിൽക്കുന്നത് ഞങ്ങൾ എപ്പോഴും കാണുന്നൊരു വസ്തുതയാണ്. ഏറ്റവും അടുത്ത് നടന്നൊരു സംഭവം പറയുകയാണെങ്കിൽ, ഒരു സ്കൂളിൽ ഒരു കുട്ടി ആത്മഹത്യ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ അടിയന്തിരമായി കൗൺസിലിങ്ങിന് വേണ്ടി കടന്നു ചെല്ലാൻ ഹൃദയാരാമിനോട് ആവശ്യപ്പെട്ടപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഗ്രൂപ്പുകളിലൂടെ ഒരു മെസ്സേജ് കൈമാറി. തൊട്ട് തലേദിവസമാണ് നമ്മൾ മെസ്സേജ് കൈമാറുന്നത്, തൊട്ട് അടുത്ത ദിവസമാണ് കൗൺസിലിങ്ങിന് പോകേണ്ടത്. പക്ഷെ അതിനോടകം തന്നെ ആ ഒറ്റ രാത്രിയിൽ തന്നെ ഏകദേശം 20ഓളം പേര് ഉടനടി തങ്ങളുടെ സഹായഹസ്തവുമായി ഹൃദയാരാമിലേക്ക് ഓടിയെത്തിയെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾക്ക് ഗവൺമെൻറ്റും പൊതുസമൂഹവും ഒക്കെ ഹൃദയാരാമിനെ ഏത് സഹായത്തിന് വിളിച്ചു കഴിഞ്ഞാലും ഞങ്ങൾ റെഡി എന്ന് പറയാൻ ഞങ്ങൾ സിസ്റ്റേഴ്സിനെ പ്രേരിപ്പിക്കുന്നത് ഈ ഹൃദയാരാം ടീമിൻ്റെ സന്നദ്ധതയാണ് എന്നുള്ളതാണ്.
അത് നിത്യവും ഞങ്ങളെല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതിൽ ഇപ്പോൾ നമ്മളുടെ ബഹുമാനപ്പെട്ട ട്രീസാസ്റ്റർ പറഞ്ഞു വെച്ചതുപോലെ തന്നെ ആരും ഇതിനകത്ത് ഒരു പ്രതിഫലവും ഇച്ഛിക്കുന്നില്ല. പൈസയോ അതിനകത്തുള്ള സാമ്പത്തിക ലാഭമോ പേരോ പ്രശസ്തിയോ ഒന്നുമില്ലാതെ യാതൊരു പ്രതിഫലവും ഇച്ഛിക്കാതെ നിർലോഭം അവരുടെ സഹായം സമൂഹത്തിനു വേണ്ടി നൽകുകയാണ്. 2000 ജൂലൈയിൽ ആരംഭിച്ച ഹൃദയാരാം അതിൻ്റെ ജൂബിലി വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇതിന് ചുക്കാൻ പിടിക്കുന്ന മനുഷ്യകരങ്ങൾക്ക് അപ്പുറം ഞങ്ങളെ നയിക്കുന്ന സർവശക്തനായ ദൈവത്തെ നന്ദിയോടെ ഓർക്കുന്നു. ഒന്നും മുൻകൂട്ടി പ്ലാൻ ചെയ്യാതെ നടക്കേണ്ട വഴികളിലൂടെ കൃത്യമായി നടത്തുന്ന അവൻ്റെ പ്രവർത്തനങ്ങളാണ് ഞങ്ങൾക്കെപ്പോഴും കരുത്ത് നൽകുന്നത്. ഞാൻ സിസ്റ്റർ ടിസി കുരുവിള 2002 മുതൽ ഇന്ന് വരെ ഈ ഹൃദയാരാമിൽ സേവനം ചെയ്യാൻ സാധിച്ചു എന്ന ചാരിതാർത്ഥ്യത്തോടെയാണ് ഞാനായിരിക്കുന്നത്. ആദ്യ കാലഘട്ടങ്ങളിൽ കൗമാരക്കാരായ കുട്ടികളെയായിരുന്നു കൂടുതൽ കൗൺസിലിംഗ് ചെയ്തിരുന്നത്. അവരുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവർക്ക് കിട്ടുന്ന പെട്ടെന്നുള്ള സൗഖ്യം വളരെ സന്തോഷമായിരുന്നു. ഈശോ അവരിൽ ഇടപെടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. തകർന്ന കുടുംബങ്ങളെ സൗഖ്യപ്പെടുത്തുമ്പോൾ എൻ്റെ അടുത്ത് ഈശോ ആയിരിക്കുന്നത് പോലെ അവരെ സുഖപ്പെടുത്താൻ ഈശോ എന്നെ സഹായിക്കുന്ന ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. കടൽ തിരകൾ മനുഷ്യരെ മായ്ച്ചു കളഞ്ഞ ഓഖി ദുരന്ത പ്രദേശങ്ങളിലും മണ്ണ് മനുഷ്യനെ ജീവനോടെ മൂടിയ പുത്തുമലയിലും വാഹനമിടിച്ച് കുഞ്ഞുങ്ങൾ പൊലിഞ്ഞ പെരുമൺ ദുരന്ത മേഖലയിലും ഹൃദയാരാമുണ്ടായിരുന്നു. ദുരന്തബാധിതരോടൊപ്പം താമസിച്ച് അവരുടെ മനസ്സിൻ്റെ മുറിവുകൾ ഈ സന്യാസിനികൾ ഉണക്കി. ഹൃദയത്തെ തൊടുന്നതിൻ്റെ കഥയാണ് ഹൃദയാരാമിൻ്റേത്. പെരുമണ്ണിൽ ഒരു വണ്ടി ആക്സിഡൻറ്റിൽ 10 മക്കൾ ഒരു ദിവസം തന്നെ മരിച്ചു വീണപ്പോൾ ആ നാടും വിറങ്ങലിച്ചു പോയി. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ ഞങ്ങളുടെ ഡയറക്ടർ സിസ്റ്റർ ട്രീസ പാലക്കൽ നേതൃത്വം എടുക്കുകയും ഞങ്ങൾ ടീം എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ആ സ്കൂളിലേക്ക് എത്തുകയും അവിടെ ടീച്ചേഴ്സും ഹെഡ് മിസ്ട്രസും ബാക്കിയുള്ള എല്ലാവരും നിശ്ചലരായിരിക്കുന്ന ഒരവസ്ഥയാണ്. കുട്ടികൾ നഷ്ടപ്പെട്ട മാതാപിതാക്കളെല്ലാം വേദനിച്ച് കഴിയുമ്പോൾ ഞങ്ങൾ ഓരോ കുടുംബത്തിലും കയറി ഇറങ്ങി മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അതുപോലെ ആ ഷോക്കിൽ സ്കൂളിലേക്ക് വരാൻ മടിച്ചിരുന്ന കുട്ടികളുടെയൊക്കെ വീടുകളിലേക്ക് പോയി അവരെ ആശ്വസിപ്പിക്കാനും അവർക്ക് തെറപ്പി കൊടുത്ത് അവരെ ഒരു നോർമൽ സ്ഥിതിയിലേക്ക് എത്തിക്കുവാനും ഒക്കെ ഞങ്ങൾക്ക് സാധിച്ചു. ഒരാഴ്ച മുഴുവനും ഞങ്ങൾ പോയി വരികയായിരുന്നു. കാരണം അവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു വലിയ ടീം ഉണ്ടായിരുന്നുകൊണ്ട് താമസിക്കാൻ ഇടം കിട്ടിയില്ല. ഞങ്ങൾ ഓരോ ദിവസവും അതിരാവിലെ ഞങ്ങൾ പോകും, വൈകുന്നേരം വരെ അവരുടെ കൂടെ ആയിരിക്കും, വീടുകളിൽ കൂടെ കയറി ഇറങ്ങും, സ്കൂളുകളിൽ മക്കളെ കൊണ്ടുവന്ന് പല ആക്ടിവിറ്റീസിലൂടെ പിള്ളേരെ പേടിച്ചിരിക്കുന്ന മക്കളെയൊക്കെ സജീവമാക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ ഒരാഴ്ചക്കാലം മുഴുവനും ആ പെരുമണ്ണിലെ കുട്ടികൾക്ക് വേണ്ടി ആ പ്രദേശത്തെ ആളുകൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുവാനും അവരെ സഹായിക്കുവാനും ഞങ്ങൾക്ക് സാധിച്ചു എന്നത് നന്ദിയോടെ സന്തോഷത്തോടെ ഞാനിപ്പോൾ ഓർമ്മിക്കുകയാണ്. ഇത് തുടങ്ങുന്ന സമയത്ത് എല്ലാവരും ചോദിച്ചു ആര് വരും, എങ്ങനെ മുന്നോട്ട് പോകും. അതുകൊണ്ട് തന്നെ കണ്ണൂർ ലേഡീസിനായി പണി കഴിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ഹോസ്റ്റലിൻ്റെ ഒരറ്റത്ത് സത്യം പറഞ്ഞാൽ ഒരു ചെറിയ മുറി മാത്രമാണ് ഇതിനു വേണ്ടി മാറ്റിവെച്ചത്. ആര് വരുമെന്ന ചോദ്യത്തിന് ജൂലൈ 4-ാം തീയതി ഉദ്ഘാടനം ചെയ്ത ആ വീട്ടിലേക്ക് 5-ാം തീയതി രാവിലെ 8 മണിക്ക് 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ വന്നു. പിന്നെ ഒരു പ്രവാഹമായിരുന്നു. ഞങ്ങൾ പുത്തുമലയിലേക്ക് പോകുന്നത് ജനങ്ങളെല്ലാവരും പകച്ചു നിൽക്കുമ്പോൾ സത്യത്തിൽ ഗവൺമെൻറ്റിന് പോലും എന്ത് ചെയ്യണമെന്നറിയാതെ അനേകം അനാഥരായ കുടുംബങ്ങളും വ്യക്തികളുമുള്ള ഒരു സമയത്ത് അന്നത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന ശൈലജ ടീച്ചർ ഞങ്ങളുടെ അന്നത്തെ ഡയറക്ടറായിരുന്ന ഡോക്ടർ സിസ്റ്റർ ട്രീസയെ സമീപിക്കുകയും ഞങ്ങളെല്ലാവരെയും വിളിച്ചു കൂട്ടി വയനാട്ടിലേക്ക് പോവുകയും അവിടെ ചെന്ന് ഞങ്ങൾ ഒരു സ്കൂളിൽ താമസിച്ച് അവിടെയുള്ള ഓരോ അവശേഷിക്കുന്ന വീടുകളിൽ കയറി ഇറങ്ങി
ഓരോരുത്തരും ക്യാമ്പുകളിലൊക്കെ ആയിരുന്നു. ആ ക്യാമ്പുകളിൽ ഞങ്ങളും പോയി താമസിച്ച് അവരോടൊപ്പം അവരുടെ കൂടെ സമയം ചെലവഴിച്ച് ദിവസങ്ങളോളം ആ ഒരു പ്രദേശത്ത് ഞങ്ങൾ ക്യാമ്പ് ചെയ്തിട്ടാണ് ആ കുടുംബങ്ങളെ, ആ വ്യക്തികളെ, തകർന്നിരിക്കുന്ന ആ വ്യക്തികളെയൊക്കെ ഞങ്ങൾ സഹായിച്ചത്. ജാതി മത ഭേദമന്യേ ഒത്തിരിയേറെ മക്കൾ ഈ സ്ഥാപനത്തിൽ വന്ന് സുഖപ്പെടുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. ഹൃദയം ശരീരത്തെ ശുദ്ധീകരിക്കുന്നത് പോലെ സമൂഹ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കുക എന്നതാണ് ഹൃദയാരാമിൻ്റെ ദൗത്യം. അതുപോലെ ഓഖി ദുരന്തമുണ്ടായപ്പോൾ തിരുവനന്തപുരത്ത് പോയി ദിവസങ്ങളോളം അവിടെ താമസിച്ചു. ആലപ്പുഴ, എറണാകുളം ഭാഗത്ത് വെള്ളപ്പൊക്കമുണ്ടായി ഏറെ പേര് മരിക്കുകയും വേദനിക്കുകയും ചെയ്യുന്ന ആ സമയത്തും അവിടെ പോയി താമസിച്ചാണ്, ആഴ്ചകളോളം താമസിച്ച് അവരോടൊപ്പം താമസിച്ച് കൗൺസിലിങ്ങിലൂടെയും തെറപ്പിയിലൂടെയും അവരെയും സഹായിക്കാനായിട്ട് സാധിച്ചു എന്ന് ഓർമ്മിക്കുന്നു. അതുപോലെ ചേപ്പറമ്പിലുണ്ടായ ഒരു കൂട്ട ആത്മഹത്യ, അവിടെയും ആ നാടിങ്ങനെ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ ഹൃദയാരാം ടീം ഒരുമിച്ച് സിസ്റ്റർ ട്രീസയുടെ നേതൃത്വത്തിൽ അവിടെ പോയി താമസിച്ച് ഞാൻ വ്യക്തമായിട്ട് ഓർക്കുന്നു, ധാരാളം കുടുംബങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ സിസ്റ്റർ ട്രീസ ഒരു ഹോളിൽ ക്ലാസ് എടുക്കുന്നു. ഞാൻ മാതാപിതാക്കൾക്ക് ക്ലാസ് എടുത്ത് ആ രംഗമൊക്കെ ഓർക്കുകയാണ്. കരഞ്ഞ് തളർന്ന് വേദനിച്ചിരിക്കുന്ന അവരെയൊക്കെ ഒരു ദിവസം ഫുള്ള് അവരുടെ കൂടെ ചെലവഴിച്ച് അവരെ ഒരു നോർമൽ സ്ഥിതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചു എന്നത് ഇപ്പോഴും പച്ച പിടിച്ച ഓർമ്മകളാണ്. നമ്മളൊക്കെ പാടാറുണ്ട്, അല്ലെങ്കിൽ കവിതയായിട്ട് ചൊല്ലാറുണ്ട്, ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ. അത് കേൾക്കുമ്പോൾ പലപ്പോഴും നമ്മളുടെ നെഞ്ചിടിപ്പ് കൂടാറുണ്ട്. പക്ഷേ ഹൃദയാരാമിൽ സേവനം ചെയ്യുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് കേൾക്കുമ്പോൾ അതിനു മറുപടിയായി ഇനി വരുന്ന തലമുറയ്ക്ക് ഇവിടെ താമസം സാധ്യമാണ് എന്ന് പറയാനുള്ള ചങ്കുറപ്പ് ഞങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ കണ്ണൂരടുത്തുള്ള ചാലയിൽ ഗ്യാസ് ടാങ്കർ ദുരന്തമുണ്ടായത് എല്ലാവരും ഓർമ്മിക്കുന്നുണ്ടാവും. ഗ്യാസ് ടാങ്കർ പൊട്ടിത്തെറിച്ച് തൊട്ട് അയൽ വീടുകളിലെല്ലാം കത്തി നശിച്ച് ആളുകളേറെ മരിച്ചു. അച്ഛൻ നഷ്ടപ്പെട്ടവർ, അമ്മ നഷ്ടപ്പെട്ടവർ, മക്കൾ നഷ്ടപ്പെട്ടവർ, വീടുകളെല്ലാം ഭാഗികമായിട്ടും പൂർണ്ണമായിട്ടും കത്തി നശിച്ച് ആ നാടും ഇങ്ങനെ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് വാർത്ത കേട്ടതേ ഞങ്ങൾ അവിടെ ഓടിയെത്തി. മറ്റ് ആളുകൾ രക്ഷാപ്രവർത്തനവുമായി നിൽക്കുമ്പോൾ ഞങ്ങൾ ബാക്കി വന്ന ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് വേദനിച്ച് ഷോക്കേറ്റ് എന്ത് ചെയ്യണമെന്നറിയാതെ കട്ടിൽ നിന്ന് എഴുന്നേൽക്കാതെ ഭക്ഷണം കഴിക്കാതെയൊക്കെ ഇരുന്ന ആളുകളുടെ അടുക്കേക്ക് ആ ദിവസങ്ങൾ ഒരാഴ്ച മുഴുവനും ഞങ്ങൾ ഓരോ ദിവസവും ഓരോ വീടെന്ന രീതിയിൽ അവിടെ ചെന്ന് ആശ്വസിപ്പിച്ച് കൗൺസിലിങ്ങും സൈക്കോതെറപ്പിയും കൊടുത്ത് അവരെ ഒരുമിച്ച് ഒരു വീട്ടിൽ കൂട്ടി മനസ്സിൻ്റെ സമനിലയിലേക്ക് എത്തിച്ച ഒരു അനുഭവം ഓർക്കുകയാണ്. അതിനകത്ത് ഒരു യുവാവായ പയ്യൻ ഈ തീ അങ്ങ് പടർന്നപ്പോൾ ഭയങ്കരമായിട്ട് പേടിച്ച് അരണ്ട് അവന് ഒന്നും ചെയ്യാനാവാതെ അവൻ്റെ ജോലിയിലേക്ക് അവൻ തിരിച്ചു പോകാൻ പറ്റുന്നില്ല, പേടിക്കുന്നു, ആരുടെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, ദിവസങ്ങളായി ഉറങ്ങിയിട്ട് അങ്ങനെയുള്ള ഒരു മോനെ ഓർമ്മിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ധാരാളം പേരെ, കുറച്ച് അമ്മമാരൊക്കെ എഴുന്നേൽക്കുകയല്ലായിരുന്നു കട്ടിൽ നിന്നും. അവരുടെ പ്രിയപ്പെട്ടവർ മരിച്ചു, അവരുടെ സാധനങ്ങളെല്ലാം നശിച്ചു പോയി, വീട് നശിച്ചു. അപ്പോൾ ഇങ്ങനെ പഴയ രീതിയിലേക്ക് വരാൻ പറ്റാതിരുന്ന ഒത്തിരി അമ്മമാരെയൊക്കെ ഹീലിംഗ് കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും നന്ദിയോടെയും അഭിമാനത്തോടെയും ഒക്കെ ഓർമ്മിക്കുന്നു.